ഈ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഏറ്റവും പോപ്പുലറായിട്ടുള്ള ആളുകളാരാ? സിനിമാ താരങ്ങളാണ്. അവരാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ആളുകൾ അല്ലേ? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ സിനിമാ നടന്മാരായിട്ടുള്ള ആളുകൾ പാർട്ടികളുണ്ടാക്കുകയും സംസ്ഥാനം ഭരിക്കുകയും ചെയ്തില്ലേ? അപ്പം ഈ പറയുന്ന ആളുകൾക്ക് സിനിമയ്ക്ക് പോസിറ്റീവായി ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ സമ്മതിക്കുമല്ലോ. നമ്മുടെ എല്ലാ മേഖലകളിലും നിരന്തരം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു മീഡിയമായിട്ട് സിനിമ നിൽക്കുന്നു എന്ന കാര്യത്തിൽ സിനിമാക്കാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല, നമുക്കും അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവായി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു മാധ്യമത്തിന് നെഗറ്റീവായും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമല്ലോ. അത് സ്വാഭാവികമല്ലേ? ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രമുഖരായിട്ടുള്ള നടന്മാർ ഒരു കാലത്ത് നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യില്ലായിരുന്നു? നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങൾ നമ്മളൊക്കെ യുക്തിബോധമുള്ളവരാണ്. ഒരു സിനിമ ഒരു കഥയെ ആസ്വദിച്ചുണ്ടാക്കുന്നതാണെന്ന് നമുക്കറിയാം. ആ കഥയിൽ ഒരു കഥാപാത്രത്തെയാണ് ആ സിനിമാ നടൻ അവതരിപ്പിക്കുന്നതെന്നറിയാം. അതുകൊണ്ട് ആ ക്യാരക്ടറിൻ്റെ സ്വഭാവമൊന്നും ആ സിനിമ അഭിനയിക്കുന്ന ആൾക്കില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും നമുക്ക് വില്ലന്മാരോട് അപ്രോച്ച് എന്താ? ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഏറ്റവും വലിയ വില്ലന്മാരായിരുന്ന ആളാണ് കൊച്ചിൻ ഹനീഫയും ജനാർദ്ദനും ഒക്കെ. പക്ഷേ പിന്നീട് അവർ തമാശക്കാരായി മാറിയപ്പോൾ ഇപ്പോൾ ഏറ്റവും ജനപ്രിയരായിട്ടുള്ള ആളുകളായിട്ട് അവർ മാറുന്നുണ്ട്. അതൊക്കെ ഒരു സൊസൈറ്റിയുടെ സ്വഭാവമാണ്. കാരണം വെച്ചാൽ നമ്മൾ എന്തോ ഒരു അകൽച്ച ഈ വില്ലന്മാരോട് അല്ലെങ്കിൽ നെഗറ്റീവായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നവരോട് എല്ലാ യുക്തിബോധവും ഉള്ളപ്പോഴും നമ്മൾ അകന്ന് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്രയും വലിയ ഇൻഫ്ലുവൻസ് ആണ്, നമ്മൾ അത്രയും പേഴ്സണലി ഇൻവോൾവ് ആയിട്ട് കാണുന്ന ഒരു കലാരൂപമാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് പോസിറ്റീവായി നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നെഗറ്റീവായിട്ടും സ്വാധീനിക്കാൻ കഴിയും.